അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് രണ്ട് നിലക്കുള്ളതായിരിക്കുന്ന കാരുണ്യമാണുള്ളത്. ഒന്നാമത്തെ കാരുണ്യം അർ-റഹ്മാൻ, ഈ ലോകത്ത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ. രണ്ടാമത്തെ കാരുണ്യം ഏതാണ്? ഈ ലോകത്ത് വഴിപ്പെട്ടവന് മാത്രം നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നവനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഇതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അർ-റഹ്മാനുർ റഹീം. മുസ്ലിമായിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവന് 17 തവണ ഈ അർ-റഹ്മാനുർ റഹീം എന്നുള്ളതായിരിക്കുന്ന ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ഫാത്തിഹ ഓതൽ അവന്റെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. 100% കാരുണ്യത്തിൽ നിന്ന് 1% മാത്രമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് നൽകിയിട്ടുള്ളത്. ബാക്കി 99% അല്ലാഹു നൽകിയിട്ടുള്ളത് അത് അല്ലാഹുവിനുള്ളതാണ്. 100% കാരുണ്യത്തിൽ നിന്ന് 1% മാത്രമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് നൽകിയിട്ടുള്ളത്. ഈ കാരുണ്യത്തിൽ നിന്നാണ് മനുഷ്യരായിരിക്കുന്ന ജനങ്ങള്, ലോകത്തുള്ളതായിരിക്കുന്ന ജനങ്ങൾക്ക് കാരുണ്യം നൽകിക്കൊണ്ടിരിക്കുന്നത്, കാരുണ്യ പ്രവർത്തനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദിന്റെ തങ്കത്തായിക കുടങ്ങൾ തച്ചുടക്കപ്പെട്ടപ്പോൾ മുസ്ലിം യുവാക്കൾ ക്ഷേത്രത്തിന് കാവൽ നിൽക്കണമെന്ന തന്റെ മന്ത്രവുമായി കടന്നു വന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളില്ലേ, ആ ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലാ ഇന്ന് ബൈത്തുർ റഹ്മൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടതായിരിക്കുന്ന ജനങ്ങൾക്ക് കയറി കടക്കാൻ ഒരിടം നൽകിക്കൊണ്ടിരിക്കുന്നത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലാ. കൊടിയുടെ നിറം നോക്കുന്നില്ല, പാർട്ടി നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല, മതം നോക്കാതെ അതാ മനുഷ്യരായിരിക്കുന്ന പാവപ്പെട്ടതായിരിക്കുന്ന ജനങ്ങൾക്ക് കയറി കടക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ എത്രയോ കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 99% കാരുണ്യവും അല്ലാഹുവിന് അവന്റെ അടിമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ലോകത്തതായിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത് പാതിരാക്ക് എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് കാരുണ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. തസ്ബീഹ് ചെല്ലുമ്പോൾ കാരുണ്യം നൽകിക്കൊണ്ടിരിക്കുകയാ, ദിക്ർ ചെല്ലുമ്പോൾ കാരുണ്യം നൽകിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരാളും തന്നെ ആശമുറിയണ്ട എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ. മാത്രവുമല്ല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്ത് റഹ്മത്തായിട്ടല്ലാതെ അങ്ങയെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ. ആരെ കുറിച്ചാണ് അല്ലാഹു ഇത് പറയുന്നതെന്നല്ലേ? അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങളേറ്റ് മിന്നിത്തിളങ്ങുന്ന മദീന മുനവ്വറ, പക്ഷികൾ കളകൂജന മുഴക്കി പൂർണ്ണ സംതൃപ്തരായി ആർത്തുല്ലസിക്കുന്ന മദീന മുനവ്വറ, മന്ദമാരുതന്റെ കുളിർത്തന്നലേറ്റ് ഈ തപ്പനയോലകളെ കഴുകി തലോടി കാറ്റെത്തുന്ന മദീന മുനവ്വറ, 1000 കാലങ്ങൾക്കകലെ അലയടിച്ചുയരുന്ന അറബിക്കടലിന്റെ അക്കര ഈ തപ്പന മരത്തിന്റെയും മുന്തിരിവള്ളിയുടെയും ശീതള സുഗന്ധമേറ്റ് മിന്നിത്തിളങ്ങുന്ന മദീന മുനവ്വറ. മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന 140 കോടി മുസൽമാന്റെ ചങ്കിലെ ചോരയായ ജീവന്റെ തുടിപ്പായ പ്രാപഞ്ചീവ രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാ ആളുകൾക്കും കാരുണ്യത്തിന് വേണ്ടിയാണ്. ഇവിടെ നിസ്കരിക്കുന്ന ആളുകളുണ്ട്, നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട്, തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട്, നിസ്കരിക്കാത്ത ആളുകളുണ്ട്, നോമ്പ് നോൽക്കാത്ത ആളുകളുണ്ട്, കള്ളു കുടിക്കുന്ന ആളുകളുണ്ട്. എല്ലാ ആളുകൾക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ കാരുണ്യം ലഭിക്കുകയാണ്. അവർക്കൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലിനെ സൃഷ്ടിച്ചത് അവരുടെ കാരുണ്യത്തിന് വേണ്ടിയാണ്. നായികക്ക് 40 വട്ടം ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ചൂണ്ടയാണ് മുത്തലാഖ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളില്ലേ, ആ ആളുകൾക്കും തന്നെ അല്ലാഹുവിന്റെ റസൂല് കാരുണ്യമാ. എന്താണ് മുത്തലാഖ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോഴും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് തലാഖ് ചെല്ലാനുള്ളതായിരിക്കുന്ന അനുവാദം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കൽപ്പിക്കുന്നില്ല. നിക്കാഹിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം
ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തലാഖ് എങ്ങനെയാണെന്നും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ലോകർക്കെല്ലാവർക്കും മാതൃകയായിട്ട്, ലോകർക്കെല്ലാവർക്കും അനുഗ്രഹമായിട്ട് ഏറ്റവും നല്ല നീതിയിലുള്ളതായിരിക്കുന്ന തലാഖാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒന്നാമത്തത് നിങ്ങൾ മനസ്സിലാക്കുക, ഭാര്യയുമായി കൊണ്ട് അകൽച്ച വരുന്ന സമയത്ത് ഒന്നാമതായിക്കൊണ്ട് എന്താ നീ ചെയ്യേണ്ടതെന്നല്ലേ പൊന്നുമോനെ? ഒന്നാമതായിട്ട് നീ ചെയ്യേണ്ടത് നിന്റെ ഭാര്യയെ നീ വിളിച്ചുകൊണ്ട് നീ ഉപദേശിക്കുകയാണ്. നിന്റെ ഭാര്യയ്ക്ക് നല്ലതായിരിക്കുന്ന ഉപദേശം നീ പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾ നന്നാവുകയാണ് വേണ്ടത്. എന്നിട്ടും നിന്റെ പെണ്ണ് നന്നാകുന്നില്ല എങ്കിൽ, നിങ്ങളുടെ പ്രശ്നം തീരുന്നില്ല എങ്കിൽ, രണ്ടാമതായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന്, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കൽപ്പിക്കുന്നത് എന്താണെന്നല്ലേ? രണ്ടാമതായിട്ട് നിന്റെ പെണ്ണിനെ കിടപ്പറയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് വേണ്ടത്. ഇങ്ങനെ പറയുമ്പോ നാം മനസ്സിലാക്കുക, പെണ്ണിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയല്ല വേണ്ടത്, നിന്റെ റൂമിൽ നിന്ന് പുറത്താക്കുകയല്ല വേണ്ടത്. മറിച്ച് നിന്റെ ഭാര്യയെ കിടപ്പ് മുറിയിൽ നിന്ന് മാറ്റി നിർത്തുക, ഒന്ന് അകലം പാലിച്ചുകൊണ്ട് കിടക്കുക. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഏത് പെണ്ണും പരമാവധി പ്രശ്നങ്ങളൊക്കെ മറന്നുകൊണ്ട് ഒന്നാകുന്ന സാഹചര്യം ഉണ്ടാവും. പിന്നെ എന്താണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത്? എന്നിട്ടും നിന്റെ ഭാര്യ നീ നന്നായിട്ടില്ല എങ്കിൽ, മൂന്നാമതായിട്ടും നിന്റെ ഭാര്യ നന്നായിട്ടില്ലെങ്കിൽ നിന്റെ ഭാര്യയെ അടിക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് അടിക്കണമെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കൽപ്പിക്കുകയാണ്. അടിക്കുമ്പോൾ മുറിവ് പറ്റരുത്, അതുപോലെ തന്നെ എല്ലും കാലൊക്കെ ഒടിഞ്ഞ് തൂകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. മുറിവേൽക്കാത്ത രീതിയിൽ നിന്റെ ഭാര്യയെ നീ അടിക്കുക. എന്നിട്ടും നന്നായിട്ടില്ലെങ്കിലോ, നാലാമതായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കൽപ്പിക്കുന്നത് എന്തെന്നല്ലേ? നീ ചർച്ച ചെയ്യലാണ്. നിന്റെ ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ടതായിരിക്കുന്ന ഉലമാക്കളെയും ഉമറാക്കളെയും നീ വിളിക്കുക. നിന്റെ കുടുംബത്തിലുള്ളതായിരിക്കുന്ന ഉലമാക്കളെയും ഉമറാക്കളെയും നീ വിളിക്കുക. എന്നിട്ട് പരസ്പരം ചർച്ച ചെയ്യുക, മുഷാവറ നടത്തുക. എന്നിട്ടും നന്നായില്ലെങ്കിൽ മാത്രമാ പരിശുദ്ധമാക്കപ്പെട്ട തലാഖിന് ഇസ്ലാം വില കൽപ്പിക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് തലാഖ് ചെല്ലേണ്ടത്. 3 തലാഖും ഒരുമിച്ച് ചെല്ലാനും പാടില്ല. 3 തലാഖ് ഒരുമിച്ച് ചെല്ലാനും പാടില്ല. ആദ്യം ഒരു തലാഖ് ചെല്ലുക, എന്നിട്ടും നന്നായിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ തലാഖ് ചെല്ലുക, എന്നിട്ടും നന്നായിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ തലാഖ് ചെല്ലുക. അതല്ലാതെ 3 തലാഖും ഒരുമിച്ച് ചെല്ലാൻ പാടില്ല. അങ്ങനെ ഒരാൾ ചെല്ലിയാൽ അവന്റെ തലാഖ് സംഭവിക്കുകയും ചെയ്യും. ഏതുപോലെ ഒരാൾക്ക് 3000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കാനുണ്ട്. ആദ്യം 1000 രൂപ കൊടുത്തു, അപ്പൊ അവന്റെ കടം വീടുകയില്ല. പിന്നെ 1000 രൂപ കൊടുത്തു, അപ്പോഴും അവന്റെ കടം വീടുകയില്ല. മൂന്നാമതും 1000 രൂപ കൊടുത്തു, അപ്പോഴാണ് അവന്റെ കടം വീടുക. 3000 രൂപ ഒരുമിച്ച് കൊടുത്താലും 3 തവണകളിലായിട്ട് കൊടുത്താലും അവന്റെ കടം വീടും എന്നതുപോലെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം. 3 തലാഖ് ഒരുമിച്ച് ചെല്ലിയാലും ഇവിടെ തലാഖ് സംഭവിക്കും. എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കൽപ്പിക്കുന്നത് ഈ ഉപദേശവും ഇടപ്പറയിൽ നിന്ന് മാറ്റി നിർത്തലും അടിക്കലും ചർച്ചയും എല്ലാം പരാജയപ്പെട്ട് നീ തലാഖിന്റെ വക്കിലെത്തിയാൽ ആദ്യം നീ ചെയ്യേണ്ടത് 1ാമത്തെ തലാഖാണ്, പിന്നെ നീ ചെയ്യേണ്ടത് 2ാമത്തെ തലാഖാണ്, പിന്നെ നീ ചെയ്യേണ്ടത് 3ാമത്തെ തലാഖാണ്. ഇങ്ങനെ തലാഖ് ചെല്ലാൻ പാടുള്ളൂ. 1ാമത്തെ തലാഖ് ചെല്ലുകയാണെങ്കിൽ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അതിനെ കൽപ്പിക്കുന്നില്ല. അതിനെ ഇസ്ലാം എതിർക്കുകയാണ്, വിമർശിക്കുകയാണ് ഇസ്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ 3 തലാഖ് ഒരുമിച്ച് ചെല്ലിയാലും തലാഖ് സംഭവിക്കും. ഏതുപോലെ ഒരാൾക്ക് 3000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കാനുണ്ട്. ആദ്യം 1000 രൂപ കൊടുത്തു, അപ്പൊ അവന്റെ കടം വീടുകയില്ല. പിന്നെ 1000 രൂപ കൊടുത്തു, അപ്പോഴും അവന്റെ കടം വീടുകയില്ല. മൂന്നാമതും 1000 രൂപ കൊടുത്തു, അപ്പോഴാണ് അവന്റെ കടം വീടുക. 3000 രൂപ ഒരുമിച്ച് കൊടുത്താലും 3 തവണകളിലായിട്ട് കൊടുത്താലും അവന്റെ കടം വീടും എന്നതുപോലെയാണ്. പിന്നെ 1 തലാഖ് ചെല്ലിയാൽ നിന്റെ തലാഖ് സംഭവിക്കുകയില്ല. 2 തലാഖ് ചെല്ലിയാൽ തലാഖ് സംഭവിക്കുകയില്ല. 3 തലാഖ് ചെല്ലിയാല് നിന്റെ തലാഖ് സംഭവിക്കുകയുള്ളൂ. തലാഖിന്റെ വിഷയത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം എടുത്ത തീരുമാനം വളരെ നല്ലതാണ് എന്ന് നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്റെ 10 വർഷം മുമ്പ് 1937 ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഈ നിയമം മാറ്റിമറിച്ചിട്ട് ഇവിടെ മുത്തലാഖിന്റെ പേരിൽ ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ളതായിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയം വില പോവില്ല എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.